ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. അഗ്നിനേത്ര ഭാഗം 6. അവന്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് അവളുടെ കണ്ണുകളുമായാണ്. അവളുടെ പൂച്ചക്കണ്ണുകൾക്ക് വല്ലാത്തൊരു ആകർഷണീയത ഉണ്ടായിരുന്നു. തോളുവരെ ഇറക്കത്തിൽ സ്റ്റെപ്പ് കട്ടടിച്ച മുടിയിൽ നൽകിയിരിക്കുന്ന കളർ അവൾക്ക് കൂടുതൽ ഭംഗി നൽകിയിരുന്നു. മുഖത്ത് ഒരു ചമയങ്ങളോ ഒരു പൊട്ടുപോലുമില്ലെങ്കിലും അവളുടെ വടിവൊത്ത പുരികക്കൊടികളും ചായം തേക്കാതെയും ഇളം പിങ്ക് നിറത്തിലുള്ള ചുണ്ടുകളും വട്ടമുഖവും അവളുടെ മുഖത്തെ കൂടുതൽ കുട്ടിത്തം നിറഞ്ഞതാക്കി. അവളുടെ ചുടികളിൽ നിറഞ്ഞു നിൽക്കുന്ന മന്ദസ്മിതം അവന്റെ ചുടികളിലും പുഞ്ചിരി വിരിയിച്ചു. ഹേ അഗ്നി, യുവർ പ്രസന്റേഷൻ ഈസ് ഫാന്റാസ്റ്റിക്. ഇവിടെ വരുന്നവരെ എനിക്ക് നിങ്ങളിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹത്തിനൊത്തൊരു പ്ലാൻ തരുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന്. പക്ഷേ ഇപ്പോൾ സത്യം പറയാമല്ലോ, ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ. ഈ അടുത്തൊന്നും ഇത്രയും നല്ലൊരു പ്രൊജക്ട് പ്രസന്റേഷൻ ഞാൻ കണ്ടിട്ടില്ല. എനിവേ, ആ കുട്ടി ആരാണ്? ആ പ്രസന്റേഷൻ ഒരു ഡൗട്ട് പോലും ബാക്കി ഉണ്ടാവാത്ത വിധമല്ലേ അത് പ്രസന്റ് ചെയ്തത്? രാഘവ് ചോദിച്ചപ്പോൾ അഗ്നിയുടെ മനസ്സിലുമുള്ള സംശയവും അവൾ ആരാണ് എന്നത് തന്നെയായിരുന്നു. നേത്ര വിഘ്നേശ്വർ. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അഗ്നി കാണുന്നത് കാശിക്കൊപ്പം നടന്നു വരുന്നവളെയാണ്. അവളുടെ കണ്ണുകളും തനിക്ക് നേരെയാണെന്ന് കണ്ടതും അഗ്നി വേഗം അവളിൽ നിന്നും മുഖം തിരിച്ചു. അവൾ തനിക്കടുത്ത് വന്നു നിൽക്കുന്നതും രാഘവിനോട് സംസാരിക്കുന്നതും അഗ്നി അറിഞ്ഞെങ്കിലും അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ വെറുതെ ഫോൺ നോക്കി നിന്നു. അപ്പോഴും എന്തോ അവൾ അടുത്തു വന്നു നിന്നതും അവന്റെ ഹൃദയമിടിപ്പ് കൂടി. അവളെ ഒന്ന് നോക്കുവാൻ മനസ്സും കണ്ണും തുടിച്ചെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. അവന് സ്വയം ദേഷ്യം തോന്നി. ആദ്യമായാണ് ഒരു പെണ്ണിന് നേരെ തന്റെ മനസ്സും കണ്ണും ചാഞ്ചാടുന്നത്. അവൻ കണ്ണ് ഇറുക്കിയടച്ചു. മനസ്സിൽ അനാമികയുടെ മുഖം തെളിഞ്ഞു വന്നതും അതുവരെ ഉണ്ടായിരുന്ന ശാന്തത അവനിൽ നിന്നും മാഞ്ഞുപോയിരുന്നു. കുറച്ചു കഴിഞ്ഞ് രാഘവ് അവിടെ നിന്നും പോയതും കാശി അവനെ തട്ടി വിളിച്ചു. അഗ്നി, ഇതാണ് ഓഫീസിൽ വന്ന പുതിയ ആൾ. പേര് നേത്ര. ആളുടെ കഴിവിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. നേത്രയുടെ പ്രസന്റേഷൻ നീ നേരിട്ട് കണ്ടല്ലോ. ഓഫീസിൽ വന്ന് 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ബെസ്റ്റ് ടീം ഉണ്ടാക്കിയ പ്ലാനിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാനാണ് ഇയാളോട് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറഞ്ഞത്. ഇയാൾക്ക് ആകെ ടെൻഷനായിരുന്നു. ബട്ട് ഇയാളുടെ പ്ലാൻ കണ്ട എനിക്ക് ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. ഉറപ്പായിരുന്നു ഈ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടുമെന്ന്. വളരെ സന്തോഷത്തോടെ കാശി പറഞ്ഞതും ഒരു ഷേക്ക് ഹാൻഡിനായി നേത്ര അഗ്നിക്ക് നേരെ ചെറുചിരിയോടെ തന്റെ കൈ നീട്ടി. എന്നാൽ അവളെ ഒന്ന് നോക്കി അഗ്നി തിരിഞ്ഞു നടന്നു. അത് കണ്ടതും കാശിക്ക് ആകെ എന്തോ പോലെയായി. അഗ്നിയുടെ പ്രവൃത്തി നേത്രയ്ക്ക് ഇൻസൾട്ടായി കാണുമോ എന്ന് കാശിക്ക് തോന്നി. അവൻ തിരിഞ്ഞ് നേത്രയെ നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും കാണാഞ്ഞത് അവനിൽ ആശ്ചര്യമുണ്ടാക്കി. സോറി നേത്ര, ചില നേരത്ത് അവന്റെ സ്വഭാവം അങ്ങനെയാണ്. അവൻ എന്തെങ്കിലും ടെൻഷനിലായിരുന്നിരിക്കും, അതാണ് ഇങ്ങനെ. ഇറ്റ്സ് ഓക്കെ സർ, ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ വെറും ഒരു ജീവനക്കാരിയാണ്. ഞാൻ ഇന്ന് ഇവിടെ ചെയ്തത് എന്റെ ജോലിയും. ആ സ്ഥാപനത്തിന്റെ MDക്ക് എന്നെപ്പോലുള്ള ജോലിക്കാരെ പരിചയപ്പെട്ട് കളയാനുള്ള സമയമുണ്ടാവില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സർ സോറി പറയേണ്ട കാര്യമില്ല. നേരം വൈകുന്നു സർ, ഞാൻ തിരിച്ചു പോയിക്കോട്ടെ. നേത്രയുടെ സംസാരം കാശിയിൽ അവളോടുള്ള മതിപ്പ് കൂട്ടി. നേത്ര നിൽക്കൂ, രാത്രി ഒരുപാടായില്ലേ, ഞാൻ ഡ്രൈവറെ കൂടെ വിടാം. വേണ്ട സർ, എൻ്റെ ഫ്രണ്ട് ഇവിടെയുണ്ട്, ഞാൻ ആളുടെ കൂടെ പോയിക്കോളാം. അത്രയും പറഞ്ഞ് അവനൊരു പുഞ്ചിരി നൽകി യാത്ര പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. നീണ്ട വരാന്തയിലൂടെ നടക്കുമ്പോൾ അഗ്നിയുടെ മനസ്സ് ശാന്തമായിരുന്നു. അഗ്നിക്കും തന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത്ഭുതമായിരുന്നു. തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്റെ മനസ്സ് ഇത്രയ്ക്ക് ശാന്തമായി ഇരുന്നിരുന്നത് അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. നേരത്തെ അനാമികയുടെ മുഖം ഓർമ്മ വന്നപ്പോൾ ഉള്ള ദേഷ്യത്തിലാണ് അവിടെ നിന്നും പോന്നത്. എന്നാൽ ഇപ്പോൾ മനസ്സിൽ നേത്ര ചെയ്ത പ്രസന്റേഷൻ മാത്രമേയുള്ളൂ. അതാണോ തന്റെ മനസ്സിന്റെ ശാന്തതയ്ക്ക് കാരണം?
അവൻ സ്വയം ചോദിച്ചു. ഹേയ് സർ. പെട്ടെന്ന് തന്നെ ആരോ വിളിക്കുന്നത് കേട്ട് അഗ്നി തിരിഞ്ഞു നോക്കി. തന്റെ നേർക്ക് വശ്യമായ ചിരിയോടെ നടന്നു വരുന്ന ടീനയെ കണ്ടതും അവന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അഗ്നിക്ക് അടുത്തെത്തിയതും ടീന പെട്ടെന്ന് കാലിടറി വീഴാൻ പോകുന്ന പോലെ അഭിനയിച്ചതും അത് മനസ്സിലായെങ്കിലും അറിയാത്ത പോലെ അവൻ അവളെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നോട് ചേർത്ത് പിടിച്ചു. അവനിൽ നിന്നും വമിക്കുന്ന പെർഫ്യൂമിന്റെ ഗന്ധം അവളെ മത്തുപിടിപ്പിച്ചു. ഉപ്സ്, സോറി സർ, ഞാൻ അറിയാതെ. ഇറ്റ്സ് ഓക്കെ ടീന. അഗ്നി അവളുടെ പേര് പറഞ്ഞതും അവളുടെ മുഖം വിടർന്നു. സർ, എന്റെ പേര് മറന്നില്ലേ? ഓ മൈ ഗോഡ്, എനിക്ക് വിശ്വാസം വരുന്നില്ല. ഇത്രയും വലിയ ഒരാൾ എന്നെപ്പോലെ സാധാരണക്കാരിയുടെ പേര് ഓർത്തു വെക്കുന്നു എന്ന് പറഞ്ഞാൽ. അവനോട് ചിരിച്ച് സംസാരിക്കുന്നതിനൊപ്പം അവളുടെ കൈ അവന്റെ ഷർട്ടിന്റെ തുറന്നു കിടക്കുന്ന ബട്ടണിടയിലൂടെ കടത്തി നെഞ്ചിൽ ചേർത്ത് പതുക്കെ തലോടി. തന്നെ പോലെ ബ്യൂട്ടിഫുള്ളായ ഒരാളെ പെട്ടെന്ന് അങ്ങനെ മറക്കുവാൻ പറ്റുമോ? അതേ വശ്യതയോടെ അവൻ ചോദിച്ചതും അവൾക്ക് അവൻ തന്റെ വലയിൽ വീണെന്ന് മനസ്സിലായി. അവൾ ഒന്നും സംസാരിക്കാതെ അവനോട് കൂടുതൽ ചേർന്ന് നിന്നു. അവളുടെ നീക്കം മനസ്സിലായെങ്കിലും അവൻ അനങ്ങാതെ നിന്നുകൊടുത്തു. അവന്റെ ഭാഗത്തു നിന്നും തന്നെ എതിർത്തുകൊണ്ടുള്ള പ്രതികരണമൊന്നും ഇല്ലെന്ന് കണ്ടതും അവൾ അവന്റെ അധരങ്ങൾ ഞൊടിയിടയിൽ സ്വന്തമാക്കി. അവനും അത് ആസ്വദിച്ച് ആ ചുംബനത്തിൽ ലയിച്ചു നിന്നു. ദീർഘചുംബനത്തിനൊടുവിൽ അവർ വിട്ടുമാറിയതും അവളെയും കൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി സ്വന്തം കാറിൽ കയറി പോകുന്നതും അകലിൽ നിന്നും കണ്ടു നിന്നവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ദേഷ്യം നിറഞ്ഞു. തന്റെ തോളിൽ ഒരു കരസ്പർശം അറിഞ്ഞതും നേത്ര തിരിഞ്ഞു നോക്കി. തനിക്കരികിൽ നിൽക്കുന്നവളെ സംശയത്തോടെ നോക്കി. കണ്ടല്ലോ ഇവിടെ നടന്നതൊക്കെ. ഇനി നീ പറ, എന്റെ പ്ലാൻ പ്രകാരം മുന്നോട്ട് പോകുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവൾ ചോദിച്ചതും മറുപടിയായി നേത്ര തന്റെ കണ്ണുകൾ ഒരു നിമിഷം അടച്ചു നിന്നു. മാനത്തിനും പ്രാണനും വേണ്ടി അലറിക്കരയുന്ന ഒരുവളുടെ മുഖം അവളുടെ ഓർമ്മകളിലേക്ക് കടന്നു വന്നു. അവൾ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നതും അവളുടെ കണ്ണുകൾ രക്തവർണമായിരുന്നു. പോകാം, നീ പറഞ്ഞ പ്ലാൻ പ്രകാരം തന്നെ മുന്നോട്ട് പോകാം. അയാളോട് തോന്നിയിരുന്ന ചെറിയൊരു മമത ഈ കാഴ്ച കണ്ട് അവസാനിച്ചു. ഇവനും മറ്റുള്ളവന്മാരെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഒരു മനസാക്ഷി കുത്തിന്റെയും ആവശ്യമില്ല. അവളുടെ ഉറച്ച വാക്കുകൾ അടുത്തു നിൽക്കുന്നവളിലും ആത്മവിശ്വാസം നിറച്ചു. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. അറിയാമല്ലോ, മറ്റുള്ളവന്മാരെ പോലെയല്ല. ഇനിയുള്ള നിന്റെ ഇര നിന്നെ ശാരീരികമായി മാത്രമല്ല മാനസികമായും ദ്രോഹിച്ചിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ വലിയ ശിക്ഷ കിട്ടേണ്ടത് അവന് തന്നെയാണ്. അറിയാം, തോൽക്കില്ല ഞാൻ. ഇനിയുള്ള എന്റെ ജീവിതം ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. കോളിംഗ് ബെൽ നിർത്താതെ അടിക്കുന്ന ശബ്ദം കേട്ടാണ് അനാമിക കണ്ണു തുറന്നത്. അടുത്ത് അഗ്നിയുടെ കയ്യിൽ നിന്നും കൊണ്ടാടിയുടെ ക്ഷീണത്തിൽ കിടന്നുറങ്ങുന്ന യാദവിനെ കണ്ടതും അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. പിന്നെ ഈ ശബ്ദം കേട്ടതും അവൾ നീരസത്തോടെ എഴുന്നേറ്റ് ചെന്ന് ഹാളിലെ വാതിൽ തുറന്നു. കൊടുത്തതും മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ട് അവളെ കണ്ണുകൾ വിടർന്നു. എന്നാൽ അവന് പുറകെ അകത്തേക്ക് കയറി വന്ന ടീനയെ കണ്ടതും അവളെ മുഖം ഇരുണ്ടു. ആരഗ്നി പെണ്ണ്? ഇവളെന്തിനാ ഈ നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അധികാരഭാവത്തോടെയുള്ള അനാമികയുടെ സംസാരം കേട്ടതും ടീനയിൽ ചെറിയൊരു ഭയം ഉടലെടുത്തു. ഹു ആർ യു? അഗ്നിയുടെ ചോദ്യം കേട്ടതും അനാമിക ഞെട്ടലോടെ അവനെ നോക്കി. ഐ ആം ആസ്കിംഗ് യു, ഹൂ ദ ഹെൽ ആർ യു ടു ക്വസ്റ്റ്യൻ മീ? നീ ഈ വീടിന്റെ പകുതി അവകാശമുള്ള യാദവിന്റെ ഭാര്യയാണ് എന്ന് കരുതി എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം നിനക്കില്ല. സോ സ്റ്റേ ഇൻ യുവർ ലിമിറ്റ്. അവന്റെ വാക്കുകൾ അവളെ അപമാനിതയാക്കി. അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അഗ്നി ടീനയെ തന്നോട് കൂടുതൽ ചേർത്ത് പിടിച്ചു. ടീനയുടെ മുഖത്തും അവളോടുള്ള പുച്ഛം നിറയുന്നത് കണ്ടതും അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അനാമികയുടെ മുന്നിലൂടെ ടീനയും കൊണ്ട് അഗ്നി സ്റ്റെപ്പ് കയറി തന്റെ മുറിയിലേക്ക് നടന്നു. അകത്ത് കയറി വാതിൽ വലിച്ചടച്ചു. തന്റെ മുഖത്ത് അഗ്നി അടിച്ചതുപോലെയാണ് അനാമികയ്ക്ക് തോന്നിയത്. അതേ ദേഷ്യത്തോടെ അവൾ റൂമിലേക്ക് കടന്നു ചെന്നു.
അവിടെ കിടന്നുറങ്ങുന്ന യാദവിനെ കണ്ടതും അവൾക്ക് അവനോട് വെറുപ്പ് തോന്നി. തന്റെ അമ്മയുടെ ഫ്രണ്ടായ ലത ആന്റിയുടെ ജീവിതത്തെപ്പറ്റി അമ്മ വഴി തനിക്കെല്ലാം അറിയാമായിരുന്നു. പലതവണ അഗ്നിയെപ്പറ്റി വെറുപ്പോടെ അവർ പറഞ്ഞു കേൾക്കുമ്പോഴും താൻ ശ്രദ്ധ കൊടുത്തിരുന്നത് അവരുടെ നാവിൽ നിന്നും വീണിരുന്ന അഗ്നിയുടെ സ്വത്തിനെ പറ്റിയുള്ള വിവരങ്ങളായിരുന്നു. ഒപ്പം ആരും കണ്ടാൽ സ്വന്തമാക്കാൻ കൊതിക്കുന്ന ശരീര സൗന്ദര്യവും തനിക്ക് സ്വന്തമാക്കണമെന്ന് മോഹം തോന്നിയതുകൊണ്ടാണ് കല്യാണാലോചനയുമായി മുന്നോട്ടു പോയത്. എന്നാൽ അവൻ അതിനെ ശക്തമായി എതിർത്തതും തന്നിൽ വാശിയായി. ലത ആന്റിയിൽ വിഷം കുത്തി നിറച്ച് അവനെ കൊണ്ട് സമ്മതിപ്പിക്കാനായി വിശ്വനാഥനെ അപമാനിക്കണമെന്ന ഐഡിയ പറഞ്ഞു കൊടുത്തതും താൻ തന്നെയാണ്. അതിലവൻ കുടുങ്ങി. സമ്മതം പറയേണ്ടി വന്നു. അവനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചു ചെന്നപ്പോൾ അവൻ എന്നെ ഭാര്യയായി കാണാൻ സമയം വേണമെന്ന് പറഞ്ഞതും ദേഷ്യം തോന്നിയെങ്കിലും അവനെ അപ്പോൾ മുഷിപ്പിക്കുന്നത് നല്ലതല്ല എന്ന് തോന്നിയതുകൊണ്ട് സമ്മതിച്ചു കൊടുത്തു. ദിവസങ്ങൾ കടന്നുപോകെ അഗ്നിയോട് അടുക്കുവാനുള്ള തന്റെ ശ്രമത്തിന്റെ ഭാഗമായി അവനിലും മാറ്റങ്ങൾ കണ്ടപ്പോൾ തന്നിലുണ്ടായ സന്തോഷം. എന്നാൽ തന്റെ ശരീരത്തിന്റെ ദാഹം അടക്കി നിർത്തുവാൻ തനിക്ക് സാധിച്ചില്ല. യാദവിന്റെ തനിക്ക് നേരെയുള്ള നോട്ടങ്ങളും സ്പർശനങ്ങളും തന്നെ അവനിലേക്ക് അടുപ്പിച്ചു. എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് അവനിൽ അലിഞ്ഞു ചേരുമ്പോൾ തന്റെ മനസ്സിൽ ഒരു കോണിൽ പോലും അഗ്നിയെപ്പറ്റി ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല.